ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു കക്ക ഇറച്ചി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്, സവാളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കക്ക ഇറച്ചി നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും വറുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടണം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് മിക്സായി നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ആ ഒരു കക്ക ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് ആ ഒരു മസാല നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് അതിലേക്ക് വേണ്ടത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.